ക്ഷേത്രവും ക്ഷേത്രത്തിനു പിന്നിലുള്ള കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ നമുക്കെന്നും കൗതുകം ജനിപ്പിക്കുന്ന ഒന്നാണ്. അതിൽ പലതും നമുക്ക് വളരെ വിചിത്രമായി തോന്നാം. എന്നാൽ അതുപോലെ വിചിത്രമായ ഒരു കാര്യം നേരിട്ട് കണ്ട് സാക്ഷ്യം വഹിക്കാവുന്ന ഒരു ക്ഷേത്രമുണ്ട് കേരളത്തിന്റെ വടക്കൻ ജില്ലയിൽ. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമെന്ന് പ്രസിദ്ധി നേടിയ തിരുവനന്തപുരം ജില്ലയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആരൂഢ സ്ഥാനമായാണ് ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നത്. ഈ ക്ഷേത്രം കേരളത്തിലെ തന്നെ ഏക തടാക ക്ഷേത്രം കൂടിയാണ്. ഈ ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള കഥകളും ചരിത്രങ്ങളും ഐതിഹ്യവും ഒപ്പം ഈ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. കടുശക്കര യോഗാണ്. ശിലയല്ല, ലോഹമല്ല, കെമിക്കൽസ് ഇല്ല, ആയുർവേദിക് മെഡിസിനിൽ തന്നെ ഉണ്ടാക്കിയ പ്രതിഷ്ഠയാണ് കടുശക്കരതാണ്. പോകുമ്പോൾ വാക്ക് വാങ്ങിയിട്ടുണ്ട് ഭഗവാൻ. ഞാൻ കുട്ടിയായിട്ട് എപ്പോഴും ഇവിടെ കളിച്ചോണ്ടുണ്ടാവും. വന്ന ഭക്തന്മാർക്ക് ഭക്തി കൊണ്ട് എന്ത് ചോദിച്ചാലും അവരുടെ മനസ്സിൻ്റെ ഇഷ്ടമാക്കാൻ ഞാൻ പണ്ടേ ഉണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. മുതലുണ്ടായിരുന്നു പണ്ടത്തെ മുതലെന്ന് നമ്മൾ ജനിക്കുന്നതിന് മുൻപത്തെ കഥയുണ്ട്. അതിൻ്റെ അകത്താണ് പോയിട്ട് കിടക്കും. ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഇന്നിത് ഇങ്ങനെ മുകളിൽ വന്നിട്ട് കിടന്നിട്ട് ഇപ്പോൾ കാണുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇല്ല അകത്താണ് എന്താണ്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ കുംബ്ല എന്ന സ്ഥലത്ത് അനന്തപുര എന്ന നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ക്ഷേത്രത്തെ അനന്തപുര ക്ഷേത്രം എന്നുകൂടി വിളിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്ഷേത്ര തടാകത്തിൽ ജീവിക്കുന്ന സസ്യാഹാരിയായ മുതല തന്നെയാണ്. ക്ഷേത്രത്തിന്റെ നിവേദ്യച്ചോറ് മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ഈ മുതല ഭക്തർക്ക് എന്നും അത്ഭുതം ജനിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഈ മുതലയെക്കുറിച്ചുമൊക്കെ കൂടുതലായി അറിയാം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. പ്രധാന കോവിലിൽ മഹാവിഷ്ണുവിന്റെ ഇരുഭാഗങ്ങളിലായി ഭൂമിദേവിയെയും സീതാദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രധാന കോവിലിന് ഇടതുവശത്തായാണ് മറ്റൊരു ഉപദേവതാ പ്രതിഷ്ഠയായ ഗണപതിയുടെ കോവിലുള്ളത്. വില്യമംഗലം സ്വാമി മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്ത സ്ഥലമാണ് ഇന്ന് ഈ ക്ഷേത്രത്തിനു പിന്നിൽ കാണുന്ന ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണെങ്കിൽ കൂടിയും ഇത് ഒരു മഠത്തിന്റെ രൂപത്തിലാണ് ഉള്ളത്. ആ മഠത്തിനുള്ളിലെ ചെറിയ ശ്രീകോവിലിലാണ് ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണെങ്കിൽ കൂടിയും മറ്റു ഉപദേവതാ പ്രതിഷ്ഠകൾ കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. പ്രധാന കോവിലിന് വലതുവശത്ത് കാണുന്ന വഴിയെ സഞ്ചരിച്ചാൽ നമുക്ക് ജലദുർഗയുടെയും വനശാസ്താവിന്റെയും ഉപദേവതാ ക്ഷേത്രങ്ങൾ കാണുവാൻ സാധിക്കും. അതെ. അപ്പോൾ എൻ്റെ പേര് ചന്ദ്ര എന്നാണ് പേര്. ജനിച്ച് വളർന്നത് ഇവിടെ തന്നെ. ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് എൻ്റെ വീട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ 3000 വർഷം മുൻപേ ബില്വമംഗല സ്വാമിയുടെ തപസ്സിരുന്നു മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി അമ്പലം പറഞ്ഞു പ്രതിഷ്ഠ ചെയ്തു. ഈ പ്രതിഷ്ഠ കടുശക്കര യോഗാണ്. ശിലയല്ല, ലോഹമല്ല, കെമിക്കൽസ് ഇല്ല, ആയുർവേദിക് മെഡിസിനിൽ തന്നെ ഉണ്ടാക്കിയ പ്രതിഷ്ഠയാണ് കടുശക്കര യോഗ എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ പ്രതിഷ്ഠയുള്ളത് നമ്മളെ കേരള സ്റ്റേറ്റിൽ വെച്ചിട്ട് 3 സ്ഥലത്തിലാണ്. ഒന്ന് ഇവിടെ, ഒന്ന് മാടായിക്കാവ് ഭഗവതി, കണ്ണൂർ ജില്ല പയങ്ങാടി മാടായിക്കാവ് ഭഗവതി, പിന്നൊന്ന് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പത്മനാഭൻ്റെ ദേഹത്ത് 10,008 സാലിഗ്രാമാണ്. അതിൻ്റെ മുകളിൽ സ്വർണം പൂശിയിട്ട് അതിൻ്റെ മുകളിലാണ് കടുശക്കര യോഗത്തിൻ്റെ പ്രതിഷ്ഠാപന. അങ്ങനെ ഈ പത്മനാഭൻ്റെ അവിടെ ശയനാണ്, ഇവിടെ ഇരുന്നിട്ടാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ 3000 വർഷം മുൻപേ ബില്വമംഗല സ്വാമിയുടെ തപസ്സിരുന്നു
മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി അമ്പലം പണിയും പ്രതിഷ്ഠ ചെയ്തു. അങ്ങനെ കടുശക്ര യോഗത്തിന് പ്രതിഷ്ഠാപന ചെയ്തു. വൈകുണ്ഠം പോലെ വെള്ളം ഉണ്ടാക്കിയതാണ്. അതായത് ചുറ്റുവെള്ളമാണ്, വൈകുണ്ഠം പോലെ ചുറ്റുവെള്ളമാണ്. ഇപ്പോൾ ലോകത്തിൽ എവിടെ വെള്ളം ഇല്ലാതായിപ്പോയാലും ഇതിൽ വെള്ളം ഇല്ലാതാവില്ല. എന്ത് മഴ പെയ്താലും അമ്പലത്തിൻ്റെ മുകളിലും കയറില്ല, മുകളിലേക്ക് വരത്തില്ല. എന്ത് മഴ പെയ്താലും ഇപ്പം നല്ല 10 അടി വെള്ളമുണ്ട്. നല്ല വേനയിൽ 7 അടി വെള്ളം ഉണ്ടാവും. ഒരു 3 അടി വെള്ളം കുറയും, എന്നാൽ വെള്ളം ഉണ്ടാവും, 7 അടി വെള്ളം ഉണ്ടാവും. അങ്ങനെ ബില്വമംഗലം ഭഗവാനെ പ്രതിഷ്ഠാപന ചെയ്തു, വെള്ളം ഉണ്ടാക്കി പൂജ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനത്തെ കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് ഇവിടെ ബില്ലമംഗലത്തിന് സഹായിച്ചുകൊണ്ടും ശല്യം ചെയ്തുകൊണ്ടും കളിച്ചുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ ബില്ലമംഗലത്തിന് ലേശം അഹങ്കാരം വന്നു. മനുഷ്യനല്ലേ, ഞാൻ ഭഗവാനെ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തിയ ആൾ, ഇവിടെ പ്രതിഷ്ഠ ചെയ്ത ആളെന്ന്. ഇതറിഞ്ഞിട്ട് കുട്ടിയുടെ രൂപത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇവന്ന് ലേശം പാഠം പഠിപ്പിക്കണം, ഇല്ലെങ്കിൽ നാളെ ഇടീ ഭൂലോകനെ ഞാൻ സൃഷ്ടിയാക്കിയതാണെന്ന് പറയും. മനുഷ്യനല്ലേ എന്ന് പറഞ്ഞു. ബില്ലുമംഗല പൂജ ചെയ്യുന്ന സമയത്ത് കിണ്ടിൽ തീർത്ഥം വെച്ചിട്ടുണ്ടായിരുന്നു ശ്രീകോന്തുള്ളിൽ. അതിന് പോയി മൂത്രം ഒഴിച്ചു ഈ കുട്ടിയുടെ രൂപത്തിലെ ഭഗവാൻ. എന്തിന്? ബില്ലുമംഗലത്തിന് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ബില്ലുമംഗലത്തിന് ദ്വേഷം വന്നു. നീയെല്ലാം അശുദ്ധി ചെയ്യുന്നുണ്ടല്ലോ, നീ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കുന്ന ഇടത്തെ പൊങ്കയോണ്ട് ഇങ്ങനെ തട്ടി മാറ്റിയതാണ്. ഇപ്പോഴും നമ്മളെ ഹിന്ദു സമ്പ്രദായം പോലെ കുട്ടികളെ ഇങ്ങനെ തള്ളാൻ പാടില്ല എന്നുണ്ട്, പൊങ്കയോണ്ട് തള്ളാൻ പാടില്ല എന്നുണ്ട്. അങ്ങനെ തള്ളിയപ്പാട് ഈ കുട്ടിയുടെ രൂപത്തിലെ ഭഗവാന് ദ്വേഷം വന്നു. നീ എന്നെ പൊങ്കയോണ്ട് തള്ളിയല്ല, നീ എന്നെ കാണാൻ ലേശം കഷ്ടപ്പെട്ട് വന്ന് അനന്തങ്കാടിൽ വന്നിട്ട് കണ്ടോ എന്ന് പറഞ്ഞിട്ട് പോയ വയ്യുണ്ട്. ഇവിടെ ഗുഹയാനത്, ആ ഗുഹയാണ് അവിടെ അപ്പുറത്ത്. അപ്പോൾ അത് മുൻപേ വലിയ ഗുഹയാണ്, ആ ചെങ്കല്ലിലെ വലിയ ഗുഹയാണത്, ഓപ്പൺ ഗുഹ ആയിട്ടുണ്ടാകും. അതിൻ്റെ അകത്ത് പണ്ടത്തെ മണിക്കിണറുണ്ട്. ശരി, അതിൽ നിന്നാണ് വെള്ളം കൊണ്ടുവന്നിട്ട് അഭിഷേകത്തിന് എടുക്കുന്നത്. മുന്തിയും അതെ, ഇപ്പോഴും അതേ അതിൽ തന്നെ വെള്ളം കൊണ്ടുവന്നിട്ട് അഭിഷേകത്തിന് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഭക്തന്മാർ ജാസ്തി ആകുമ്പോൾ ചില ആൾക്കാർ ഗുഹ കാണാൻ വേണ്ടിയിട്ട് അകത്ത് പോവും. വാതൊക്കെ കിണറുണ്ട്, അതിന് കൈയിടും, കാലിടും, മുഖം കവും, അശുദ്ധിയാണുണ്ട്. അത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല. പ്രശ്നയിൽ കണ്ടതിന് ശേഷമാണ് ഗേറ്റ് വെച്ചത്, കല്ല് കെട്ടി ഗേറ്റ് വെച്ചതാണ്. ഇപ്പോൾ രാവിലെ ശാന്തിക്കാരൻ പോയി വെള്ളം കൊണ്ടുവന്നിട്ട് അഭിഷേകത്തിന് എടുത്തിട്ട് പിന്നെ അടക്കും. അങ്ങനെയാണ്. അങ്ങനെ അനന്തങ്കാട് എന്ന് പറഞ്ഞാൽ അന്ന് അനന്തങ്കാട് എന്ന് പറഞ്ഞാൽ സർപ്പകളുടെ കാട്, സർപ്പങ്ങളേ ഇല്ല കാടാണ്, അനന്തൻ തന്നെ കാടാണ് അന്ന്. അവിടെ വന്നിട്ട് കണ്ടോന്ന് പറഞ്ഞിട്ട് പോയതാണ്. പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ, ഞാൻ കുട്ടിയായിട്ട് എപ്പോഴും ഇവിടെ കളിച്ചോണ്ടുണ്ടാവും. വന്ന ഭക്തന്മാർ ഭക്തി കൊണ്ട് എന്ത് ചോദിച്ചാലും അവരുടെ മനസ്സിൻ്റെ ഇഷ്ടമൊക്കെ ഞാൻ സാധിച്ചു കൊടുക്കുമെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതേ കുട്ടി തന്നെ വെച്ചോളാം. ഈ കുട്ടിയുടെ കയ്യിൽ എന്തായാലും ഒരു സാധനമുണ്ട്, നമ്മൾ അതിനെ നല്ല ലാലനയാക്കി കളിപ്പിച്ചു, നമ്മൾ നല്ല ഇഷ്ടം തോന്നിയിട്ടാകുമ്പോൾ ആ കുട്ടിയോട് നമ്മൾ ചോദിക്കുക, അത് ഇങ്ങ് താമോനേന്ന് പറഞ്ഞാൽ എടുത്തു തകയില്ലേ. അതേപോലെയാണ് നമ്മൾ ഭക്തി കൊണ്ട് എന്ത് ചോദിച്ചാലും നമ്മളെ മനസ്സിൻ്റെ ഇഷ്ടമായിട്ട് സാധിച്ചേ തരും. പിന്നെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഏട്ടാവുന്നത് സന്താന ഭാഗ്യത്തിനാണ്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുട്ടിയായിട്ട് എപ്പോഴും ഇവിടെ കളിച്ചോണ്ടുണ്ടാവും. സന്താനമില്ലാത്തവർ വന്ന് ഭക്തി കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് സന്താന ഭാഗ്യം എടുത്തു കൊടുക്കുന്നു. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ വലിയ 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 ഡോക്ടർമാർ വിട്ട കേസ്, സയൻസ് വിഭാഗത്തിലാവില്ല എന്ന് വിട്ട കേസ് ഈ നടയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് കുട്ടിയായിട്ട് വന്നവർക്ക് കാലത്താകുന്നുണ്ട്. അപ്പോഴാണ് ബില്വമംഗലത്തിന് ജ്ഞാനോദയമായി. അഹങ്കാരമൊക്കെ പോയി. ഇവിടെ അനന്തങ്കാട് എന്ന് അന്വേഷിക്കേണ്ട പോയി, ഇവിടുന്ന് തെക്കോട്ടാണ് പോയത്. പോകുമ്പോൾ ചില അമ്പലങ്ങൾ പ്രതിഷ്ഠ ചെയ്തു. മീൻകുളം, ഗുരുവായൂർ, ചോട്ടാനിക്കര, ചേർത്തല, ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയി. ലാസ്റ്റ് പോയി നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് അനന്തങ്കാട്ടിൽ ഭഗവാൻ ശയനം കിടന്നിട്ടുണ്ട് ഭഗവാൻ. അങ്ങനെ അവിടെ പ്രതിഷ്ഠ ചെയ്തു. അങ്ങനെ ആദ്യ സ്ഥലമാണ് ഇവിടെ. അപ്പം അനന്തപത്മനാഭ സ്വാമി എല്ലാ സ്ഥലത്ത് ശയനാണ്, കിടന്നിട്ടാണുള്ളത്. ഇവിടെ മാത്രം കുട്ടിയായതുകൊണ്ട് ഇവിടെ രാജയോഗത്തിൽ ഇരുന്നിട്ടാണ് ഉള്ളത് ഭഗവാൻ. പിന്നെ ഒരു സംഭവം, അനന്തപത്മനാഭ സ്വാമീൻ്റെ അമ്പലം നമ്മളെ കേരളത്തിൽ വെച്ചിട്ട് രണ്ടേ സ്ഥലത്തിലാണ്. 1-ാം ജില്ല തെക്കൻ ജില്ല തിരുവനന്തപുരം, 14-ാമത്തെ ജില്ല വടക്കൻ ജില്ല, ലാസ്റ്റ് ജില്ല കാസർഗോഡ്. ഇതിൽ നിന്ന് അങ്ങോട്ട് പോയാൽ തലപ്പാടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ കർണാടക സ്റ്റേറ്റ്, തിരുവനന്തപുരത്ത് അങ്ങോട്ട് പോയാൽ തമിഴ്നാട്. അങ്ങനെ ഇല്ല ഭഗവാന്റെ പ്രതിഷ്ഠാപനയാണ് ഇവിടെ. അപ്പോൾ എല്ലാ സ്ഥലത്തും അനന്തപത്മനാഭസ്വാമി ശയനാണ്. ഇവിടെ മാത്രമാണ് ഇരുന്നിട്ടുള്ളത്. ഒറ്റ ഒരു സ്ഥലം മൂല ആദ്യമാണ്. അതേപോലെയാണ് ഏട്ടാ പിന്നെ ഒരു സംഭവം, ഒരു മുതലയാണ്. ഇപ്പോൾ മുതല പണ്ടേ ഉണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്.
മുതലുണ്ടായിരുന്നു. പണ്ടത്തെ മുതലെന്ന നമ്മ ജനിക്കുന്നതിന് മുൻപത്തെ കഥയാണിത്. പണ്ടത്തെ മുതലെന്ന 1942 ബ്രിട്ടീഷുകാർ വന്നിട്ട് വെടിവെച്ചു. വെടിവെച്ചിട്ടമ്മ മുതലെ മറിച്ചു. അതേ സ്പോട്ടിൽ എന്തോ ഒരു വിഷജന്തു അവനെ കടിച്ചിട്ട് അവനും മറിച്ചു നിന്ന് അങ്ങനെ കേൾക്കുന്നതാണ് മുൻപത്തെ ആൾ, എൻ്റെ അച്ഛനല്ല. അങ്ങനെ ആയിട്ട് ഒരു ആഴ്ച കഴിയുമ്പോൾ ഒരു മുതല ഉദ്ഭവമാണ്, ചെറിയ കുഞ്ഞാണ് ഉദ്ഭവം. അതിപ്പോൾ 2022 മറിച്ചത്. അപ്പോൾ നമുക്ക് ആ 42 ശേഷം കണക്ക് കൂട്ടിയാൽ 80 വയസ്സ് പ്രായം മുതലക്കായി. അതിൻ്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ. 80 വയസ്സായി. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം മുതലുണ്ടായിട്ടില്ല ഇതിൽ, ഈ കുളത്തിൽ. ഇപ്പോൾ ചെറിയ കുഞ്ഞൊന്ന് ഉദ്ഭവമാണ്. ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്, വാടുണ്ട് അവിടെ. കണ്ടുവാ നിങ്ങൾ? കണ്ടുവാ? ഫോട്ടോ എടുത്തുവാ? അപ്പോൾ അതാണ് വിശേഷത്തിലൂടെ ഒറ്റ ഒന്ന് എവിടെ. അപ്പോൾ ചില ആൾ ഞങ്ങളുടെ ചോദിക്കലുണ്ട്, നിങ്ങൾ കൊണ്ടിട്ടതോന്ന് ഒരു മുതലെന്നാ കൊണ്ടിടാൻ പറ്റുമോ? അല്ല, കൊണ്ട് ഇട്ടാൽ അത് നിൽക്കുമോ? അത് ഒറ്റക്കായിട്ട് ഇവിടെ. ഇപ്പം നിങ്ങൾ കണ്ടില്ല, നടയിൽ ഇങ്ങനെ വന്നിട്ട് കിടക്കണം. അങ്ങ് ഇപ്പം മനുഷ്യന്മാർക്ക് കുഞ്ഞുവല്ല പോകുമ്പോൾ ശല്യം ചെയ്യില്ലേ? ഒരു ഭഗവാന്റെ അല്ലെങ്കിൽ വിടും. അത് എന്താ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് മഹാവിഷ്ണുവിൻ്റെ അനന്തപത്മനാഭൻ്റെ മഹിമയാണ്. ഇതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇല്ല, പോയാൽ അവിടെ ഗുഹയുണ്ട്, മാടയുണ്ട്, അപ്പുറത്ത് മാടയുണ്ട്. അതിൻ്റെ അകത്താണ് പോയിട്ട് കിടക്കും. ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഇന്നിത് ഇങ്ങനെ മുകളിൽ വന്നിട്ട് കിടന്നിട്ട് ഇപ്പോൾ കാണുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ അകത്താണ്, എന്താണ് ഗുഹേൻ്റെ അകത്താണുള്ളത്. അപ്പോൾ കാണാൻ പറ്റില്ല. നേവതി അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കലാണ്. ഭഗവാന് നേവിച്ച പടച്ചോറ് അത് മാത്രം കൈക്കൊള്ളൂ. അത് അവിടെ പോയി ഇവിടെ ഭഗവാന് നേവിച്ചിട്ട് അതിൻ്റെ ശേഷം അവിടെ പോയി എടുത്തുകൊണ്ട് പോയി ആ ഗുഹയിൽ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ബബ്യാന്ന് വിളിക്കുമ്പോൾ ഇതേ പോയി ബായി പുറക്കും, ബായിക്ക് ഉരുളാക്കിയിട്ട് ഇട്ട് കൊടുക്കും. ഭക്തരിൽ കൗതുകം ജനിപ്പിക്കുന്ന ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ഒക്കെയുള്ള ക്ഷേത്രം. എന്നിരുന്നാലും ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ തന്നെ ഏക സസ്യാഹാരിയായ മുതലയുള്ള തടാകമുള്ള ക്ഷേത്രം എന്നുള്ളത് തന്നെയാണ്. ബാബിയെക്കുറിച്ചുള്ള കഥകളും ഒപ്പം ഈ ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യവും ചരിത്രവും ഒക്കെയായിരുന്നു ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചത്. ഇതുപോലെ മറ്റൊരു ക്ഷേത്രവും ആ ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.